നരേന്ദ്രമോദിയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇനി അറിയാൻ ഇന്ത്യയിലെ ജനങ്ങളിൽ ആരും ബാക്കിയില്ല എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഇത്ര കഴിവില്ലാത്ത, ഇത്ര വിവേകമില്ലാത്ത, ഇത്ര നെഞ്ചുറപ്പില്ലാത്ത, ഇത്ര വിദ്യാഭ്യാസമില്ലാത്ത ഒരു പ്രധാനമന്ത്രി പോയിട്ട് ഒരു ജനപ്രതിനിധി എങ്കിലും ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ആളുകൾ സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല. കഴിഞ്ഞ 2 ആഴ്ചയായി മോദിയുടെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിക്കൊണ്ട് പുറത്തുവന്ന സംഭവങ്ങൾ നിരവധിയാണ്. ജനറൽ നരവനെ തൻ്റെ പുസ്തകത്തിൽ എഴുതിയ കാര്യം, ചൈന കടന്നു കയറിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളൂ, ഉചിതമായത് ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞത്, ട്രംപിന്റെ മുന്നിൽ പൂർണ്ണമായി അടിയറവ് പറഞ്ഞ് സാർ എന്ന് പറഞ്ഞ് ട്രംപ് പറഞ്ഞതുപോലെ പരിപൂർണമായി സമ്മതിച്ച് ട്രേഡ് ഡീലിൽ ഒപ്പിട്ടത്, ഏറ്റവും അവസാനമായി എപ്സ്റ്റീൻ ഫയൽസിൽ മോദിയുടെ മന്ത്രിയുടെയും അനിൽ അംബാനി വഴി എപ്സ്റ്റീനുമായി മോദി സർക്കാർ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചതിൻ്റെയും കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടി എല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട്, തുറന്നു കാണിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ വലിയ പ്രതിഷേധം നടത്തുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പാർലമെന്റിന്റെ പുറത്ത് പ്രതിപക്ഷം മോദിക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടത്തുകയാണ്. ഇന്ത്യയെ അമേരിക്കയുടെ മുന്നിൽ അടിയറവ് വെച്ച് ട്രേഡ് ഡീൽ സൈൻ ചെയ്തതും, ചൈന ഇന്ത്യൻ പട്ടാളക്കാരെ ആക്രമിച്ചപ്പോൾ സൈന്യത്തിന് വേണ്ട നിർദ്ദേശം നൽകാത്തതും, നേതൃത്വം കാണിക്കാത്തതും, എപ്സ്റ്റീൻ ഫയൽസിൽ മോദിയുടെ പേര് വന്നതും വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി കോംപ്രമൈസ്ഡ് ആണ് എന്ന പേരിൽ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധം നടത്തുന്നത്. അതേ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് മോദിയുടെ വസതിക്ക് മുൻപിൽ നടത്തുന്നത്. അതിന്റെ ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രധാനമന്ത്രി കോംപ്രമൈസ്ഡ് ആണ്, എപ്സ്റ്റീനും മോദിയുമായി നിൽക്കുന്ന ചിത്രങ്ങൾ, 56 ഇഞ്ചിന്റെ യാഥാർത്ഥ്യം ഇതാണ് എന്നിങ്ങനെയുള്ള വിവിധതരം പ്ലാക്കാർഡുകൾ പിടിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം നടത്തുന്നത്. അതുപോലെ ജനറൽ നരവനെയുടെ പുസ്തകത്തിന്റെ കവർ പേജും കാണിച്ചുകൊണ്ടുള്ള പ്ലാക്കാർഡുകളും ഇവരുടെ കയ്യിലുണ്ട്. 100 കണക്കിന് പട്ടാളക്കാരെയും പോലീസുകാരെയുമാണ് ഇവിടെ വിന്യസിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ വലിയ വലിയ ബാരിക്കേഡുകളും നിരത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ബാരിക്കേഡുകളെല്ലാം ഭേദിച്ച് അവർ അതിന്റെ മുകളിലൂടെ എടുത്തു ചാടുകയാണ്. ഈ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് അവർ ഒരു പാട്ടും പുറത്തിറക്കിയിട്ടുണ്ട്. चुप रह के वो बचता है, से क्या रिश्ता है, अदान के लिए क्यों मरता है, जवाब क्यों नहीं मिलता है. Comproversia. നമ്മുടെ പ്രധാനമന്ത്രി പേടിത്തൊണ്ടനാണ്, സത്യം പറയുന്നതിൽ ഭയപ്പെടുന്നു, ചോദ്യം സമീപത്ത് വരുമ്പോൾ മിണ്ടാതെ ഓടിക്കളയുന്നു, എപ്സ്റ്റീനുമായി എന്ത് ബന്ധമാണ് ഉള്ളത്, അദാനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്നത് എന്തിനാണ്, എന്തുകൊണ്ടാണ് ഉത്തരം നൽകാത്തത് പേടിത്തൊണ്ടൻ പ്രധാനമന്ത്രി.
കോംപ്രമൈസ്ഡ് ആയ പ്രധാനമന്ത്രി. ഇതാണ് ഈ പാട്ടിന്റെ അർത്ഥം. അവിടെ വച്ചിരിക്കുന്ന ചില പ്ലാക്കാർഡുകൾ കണ്ടുകൊള്ളൂ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഉദയഭാനു ചിമ്പിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറുന്നത്. ഇവിടെ നമുക്ക് കാണാം ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് PM ഈസ് കോംപ്രമൈസ്ഡ് എന്നെഴുതിയ ടീഷർട്ട് ധരിച്ച് വളരെയേറെ പ്ലാക്കാർഡുകളുമായി സമരം ചെയ്യുന്നത്. രാജ്യത്തെ ഗോദി മീഡിയകളൊന്നും ഈ ദൃശ്യങ്ങളൊന്നും കാണിക്കുകയില്ല. കാരണം ജനങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ മോദിയിൽ നിന്ന് പണം മേടിച്ച് ഊതിയുറപ്പിച്ച മോദിയുടെ ഇല്ലാത്ത മഹത്വം ജനങ്ങൾ അറിയുമെന്ന് അവർക്കറിയാം. യൂട്യൂബ് ചാനലുകളും എക്സിൽ കൂടെയും ഒക്കെ ഇത്തരം പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയുള്ളൂ. जवाब क्यों नहीं मिलता है ഇവിടെ ഇവർ ഓരോരുത്തരായി PM ഈസ് കോംപ്രമൈസ്ഡ് എന്നുള്ള പ്ലാക്കാർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഡൽഹിയിലെ ജനങ്ങൾക്കെല്ലാം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവുന്നതിന് ഇത് കാരണമാകും എന്ന് ഉറപ്പാണ്. ഇവിടെ സംഭവിച്ച മറ്റൊരു രസകരമായ കാര്യം എന്താണ് എന്ന് അറിയാമോ? ഇവിടെ വച്ചിരിക്കുന്ന പ്ലാക്കാർഡുകളെ, ബോർഡുകളെയെല്ലാം മോദിയുടെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു. അതിന്റെ രസകരമായ ദൃശ്യങ്ങളാണ് ഇത്. ഏതായാലും രാജ്യമെമ്പാടും മോദിക്കെതിരെ ദിനംപ്രതി വലിയ വലിയ പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത്. ഇതുവഴി കൂടുതൽ ജനങ്ങളിലേക്ക് മോദിയുടെ 56 ഇഞ്ച് നെഞ്ചിന്റെ യാഥാർത്ഥ്യം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തലച്ചോറ് പരിപൂർണമായി പണയം വെച്ച മന്ദഭക്തർക്ക് സത്യം എന്നുള്ളത് വിഷയമല്ല. സത്യം എന്ന് പറയുന്നത് അവർക്ക് ഹറാമാണ്. അതിനാൽ അവരിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. എന്നാൽ നിഷ്പക്ഷരായ ജനങ്ങൾ മോദി എന്നാൽ ഏതാണ്ടൊക്കെയാണെന്ന് വാട്സാപ്പ് കണ്ടു വിശ്വസിച്ചിരുന്ന നിഷ്പക്ഷരായ ജനങ്ങൾക്കെല്ലാം ഇപ്പോൾ സത്യം പരിപൂർണമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ 15% പോലും വോട്ട് മോദിക്കും BJPക്കും കിട്ടുമോ എന്ന് സംശയമാണ്. അവർക്ക് കാര്യങ്ങൾ പരിപൂർണമായി കൈവിട്ടു പോയിരിക്കുന്നു. ജനങ്ങളെല്ലാം സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ സ്വന്തമായി സെലക്ഷൻ കമ്മീഷൻ ഉള്ളതിനാൽ മോദിക്കും കൂട്ടർക്കും ഇത് വിഷയമല്ല. എങ്കിൽ കൂടിയും സമീപകാലങ്ങളിൽ മോദിയുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും മുഖഭാവത്തിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും തൻ്റെ പൊള്ളത്തരം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് മോദിക്ക് മനസ്സിലായി എന്നുള്ളത്. ഇനിയും കൂടുതൽ പ്രതിഷേധങ്ങളിലൂടെ രാജ്യത്തെ 100% ജനങ്ങളും കാര്യങ്ങൾ ബോധ്യപ്പെടണം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?